വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ദേ മഴയൊക്കെ ചെറുതായിട്ടൊക്കെ തുള്ളുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്യുന്നില്ല. അപ്പോൾ ദേ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. കുളിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ദോശയും അതുപോലെ കറിയും ചായയൊക്കെ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ചേട്ടനിന്ന് പണി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒരു ഉറപ്പില്ലാത്ത പോലെ ആയിരുന്നു. അപ്പോൾ അത് കാരണം പഠിച്ചിട്ടാണ് എണീറ്റത്. പിന്നെ ഇപ്പം ഇനി പണി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 8 മണി 8:30 ആവും കഴിക്കാൻ. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പോയിട്ട് ചായയും കടിയൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ചേട്ടന് കൺഫേം ആയിട്ടില്ല കേട്ടോ പണി ഉണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പോൾ അതേ ചേട്ടൻ ചായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചായ കൊടുക്കുകയാണ്. ഇപ്പോൾ സമയം പറഞ്ഞ പോലെ 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പണിക്ക് പോണത് 7 മണിക്കാണ്. അപ്പോൾ ചേട്ടനും എണീറ്റപ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ദോശയും കടിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇനി ചേട്ടന് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. സ്വത്തുട്ടി ആണെങ്കിൽ എണീറ്റിട്ടില്ല. ഇന്നും സ്വത്തുട്ടീനെ അങ്കൻവാടിയിൽ വിടുന്നില്ല കേട്ടോ. ഇനി എന്തായാലും തിങ്കളാഴ്ച തൊട്ടിട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്വത്തുട്ടി അവിടെ ആദ്യം എണീറ്റിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും ചാച്ചി കടന്നു കേട്ടോ. സ്വത്തുട്ടി ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓളിയൊക്കെ ഇടുന്നുണ്ട്. ചായ ഞാൻ 6-6:30 ആകുമ്പോഴാണ് ഞാൻ വെച്ചത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ടൈം ഓർമ്മയില്ല. ഞാൻ വേഗം എണീച്ചിട്ട് അങ്ങനെ ചായ വെക്കും. 3 അടുപ്പിലും 3 വിഭവങ്ങളായിരുന്നു കേട്ടോ. ദോശ, ചായ, അതേപോലെ കറി കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് ടൈം ഓർമ്മയില്ല. അപ്പോൾ നേരത്തെ ഞാൻ ചായ വെച്ചത് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ നല്ല ചൂട് വേണം കുടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനുള്ള ഫുഡ് എടുത്തിട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. ചേട്ടനാണെങ്കിൽ അവിടെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷർട്ട് ഊരിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ചേട്ടത്തൊന്നും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചുമ്മാ അത് എടുത്താണ് കേട്ടോ. നമ്മുടെ വ്ളോഗല്ലേ, നമ്മുടെ ഫാമിലി വ്ളോഗാണല്ലോ. നമ്മുടെ ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കാണിക്കണ്ടേ. കാണിക്കാൻ പറ്റാത്തത് കാണിക്കണ്ട, അല്ലാത്തതൊക്കെ നമുക്ക് കാണിക്കാമല്ലോ. അപ്പോൾ ദേ ചേട്ടന് ചായയും കൊണ്ടുകൊടുത്തിട്ടുണ്ട്. കുറേ ദിവസമായിട്ടോ മൈലാഞ്ചി ഇടണമെന്ന് വിചാരിക്കുന്നു. ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നലെ ഞാൻ മൈലാഞ്ചി ഇട്ടു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ TV കണ്ടുകൊണ്ട്, സിനിമയാണ് കേട്ടോ, നമ്മുടെ ഏതോ സിനിമ ദിലീപിൻ്റെ പടമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്വത്തുട്ടി ആണെങ്കിൽ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ സ്വത്തുട്ടി അങ്ങനെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എടുത്തു പോകുന്നുണ്ട് 2 ദോശ. സ്വത്തുട്ടി എണീറ്റിട്ടില്ല. അപ്പോൾ സ്വത്തുട്ടി എണീക്കുന്നതിന് മുന്നേ ഞാനൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടൻ്റെ കൂടെ കഴിക്കുകയാണ്. ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടല്ല കേട്ടോ കഴിക്കുന്നത്. എന്നാലും കഴിക്കാൻ ചേട്ടനുണ്ട്, നമ്മൾ വെക്കുന്നത് കഴിക്കുന്നുണ്ട്. അത് കാരണം ഒരു സന്തോഷം. അപ്പോൾ ഇതേ ചേട്ടനാണെങ്കിൽ ഇതാ പണിയില്ലാന്ന് കൺഫേം ആയി. അപ്പോൾ സ്വത്തുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. സ്വത്തുട്ടിയുടെ മുഖമൊക്കെ കഴുകി വന്ന് പിന്നെ അതേ സോഫയിൽ നിന്നിട്ട് കളിയാണ് കേട്ടോ. ഇവർ 2 പേര് ഈ പറഞ്ഞ പോലെ കീരിയും പാമ്പും പോലെയാണ്. 2 പേരും തല്ലൂട്ടാണ്. എന്നിട്ട് ഇവരുടെ ഇടയിൽ പോയിട്ട് പ്രശ്നം പരിഹരിക്കലാണ് എൻ്റെ പരിപാടി കേട്ടോ. ഒന്നല്ലെങ്കിൽ കളിച്ച് അവസാനം പിന്നെ 2 പേരും കരച്ചിലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് ഇടപെട്ടിട്ട് സോൾവ് ആക്കും. പക്ഷേ അവസാനം ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പോൾ ശശിയായിട്ടും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ 2 പേരും അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ദേ കുറേ കഴിഞ്ഞപ്പോൾ സ്വത്തുട്ടിക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചായയും ഒരു ദോശയും കഴിച്ചു. അപ്പോൾ ദേ സ്വത്തുട്ടിയുടെ മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ പോയേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു പ്രദേശമൊക്കെ ആകെ പുല്ല് മുളച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി ഒരു പാടമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ പുല്ലുകൾ ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് നിറയും. ഇനി കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം പാടാന്ന് തോന്നും. അതേപോലെയാണ് കേട്ടോ. ഈ മെറ്റലിട്ട സ്ഥലം ഈ പറഞ്ഞ പോലെ അടിയിൽ ടാർപ്പായ വിരിച്ചിട്ടാണ് അതിൽ മെറ്റലിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ല് അധികമൊന്നും മുളയ്ക്കുകയാണെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെയാണ് ഈ മഴക്കാലത്തൊക്കെ മുളയ്ക്കുള്ളൂ. വേനൽക്കാലത്തൊന്നും അങ്ങനെ മുളയ്ക്കില്ല കേട്ടോ. വേനൽക്കാലത്ത് അപ്പുറത്തെ 2 വശത്തൊക്കെ നന്നായിട്ട് മുളയ്ക്കും. പക്ഷേ ഈ ഒരു വശത്തങ്ങനെ മുളയ്ക്കില്ല. അപ്പോൾ ഞാൻ സ്വത്തുട്ടി ഇങ്ങനെ കുറച്ചൊരു ഇതിനൊക്കെ നടന്നു. എന്നിട്ട് ഇതേ തുണികളൊക്കെ ഒന്ന് തോരയിട്ട് വെയിൽ കണ്ടപ്പോൾ കേട്ടോ. എന്നിട്ട് പിന്നെ അടുക്കളോട്ട് വന്ന് നമ്മൾ അപ്പോൾ ഇന്ന് നമ്മളിതേ പച്ചരി കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പച്ചരി ഇതാ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞ് ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മസാലയൊക്കെ ഇതേ മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു സബോള എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ട്രയലാണ് കേട്ടോ എൻ്റെ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പച്ചരി കൊണ്ടുള്ള ബിരിയാണി നല്ലതാണ്, അതായത് വെറുതെ അരി മേടിച്ച് പൈസ കളയേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ്. റെസിപ്പി എൻ്റെ ഈ ഫസ്റ്റ് ടൈമിലത്തെ റെസിപ്പിയാണ്. വലിയ 100% വിജയിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചിക്കനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ സോയാബീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, സോയാബീൻ പച്ചരി ബിരിയാണിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സോയാബീൻ പച്ചരി ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമുക്ക് വയ്ക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ ദേ ഞാൻ വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്വത്തുട്ടിക്ക് ഇതാ പാല് കാച്ചി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ സ്വത്തുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, അത് മസ്റ്റാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും വീട്ടിലത്തെ ജോലികളെല്ലാം തീർക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനും ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നമ്മൾ കുക്കറിലാണ് ഇന്ന് ബിരിയാണി വയ്ക്കുന്നത്. ഞാൻ അല്ലെങ്കിലും കുക്കറിൽ തന്നെയാണ് ബിരിയാണി വയ്ക്കുക. നമ്മളിവിടെ ബിരിയാണി കിറ്റ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. 2 അംഗങ്ങളല്ലുള്ളൂ ഇവിടെ, അപ്പോൾ അത് കാരണം അവർക്ക് ഈ കുക്കർ തന്നെ ധാരാളം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് പച്ചരി എടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് കുറേ പച്ചരിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ്, എത്രത്തോളം വിജയകരമാകുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പാകത്തിനുള്ള വെള്ളവും അതേപോലെ മസാലയെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ നെയ്യൊക്കെ വാങ്ങിച്ചു കേട്ടോ. നെയ്യിനൊക്കെ എന്തായാലേ വില, ചെറിയൊരു കുപ്പി നെയ്യിനൊക്കെ 79 രൂപയൊക്കെ. എൻ്റെ ദൈവമേ. പിന്നെ ഞാൻ കുറേ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ ഈ നെയ്യൊക്കെ ഉണ്ടാക്കണമെന്ന്. അതിന് കുറേ പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം പിന്നെ ഞാനതവിടെ വെച്ചതാണ് കേട്ടോ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോന്ന് ചെയ്തിട്ടാണല്ലോ ഓരോന്നിലൊക്കെ നമ്മൾ എക്സ്പെർട്ട് ആവുന്നത്. അപ്പോൾ എന്തായാലും നെയ്യ് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഉണ്ട്. അത് നമ്മൾ പാല് കാച്ചിയിട്ടായിരുന്നു പാടൊക്കെ മാറ്റിയിട്ടുള്ളൊരു സംഭവമൊക്കെയാണല്ലോ. അത് കുറച്ച് ദിവസം സ്റ്റോക്ക് ചെയ്ത് വെച്ച് അങ്ങനെ എല്ലാം കൂടിയിട്ട് എന്തോ ഇങ്ങനെ എന്താ പറയുക ചൂട് കൊള്ളിപ്പിച്ച് അങ്ങനെ എന്തൊക്കെയാണല്ലോ സംഭവം. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സ് പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ നെയ്യ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മായം ചെയ്തിട്ടുള്ള നെയ്യാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. ഒന്നും കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പരമാവധി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരടുപ്പത്ത് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല, അതായത് നെയ്യിൽ ഞാൻ മസാലക്കൂട്ട് ഉണ്ടാക്കിയല്ലോ, അത് ഞാൻ ഇതാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ടൈപ്പിലാണ് ഞാൻ എടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുകയാണെങ്കിലും ആ ഒരു മെത്തേഡല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ അതന്നെ കേട്ടോ ഫോളോ ചെയ്യുന്നത്. പച്ചരിയാണ്, അപ്പോൾ ഇതിന് വേവ് കൂടുതലാണോ വേവ് കുറവാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പച്ചരി കൊണ്ട് ഈ പൊടിച്ചിട്ട് അങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണല്ലോ പതിവ്. ഇതിനെക്കുറിച്ചിട്ട് ചോറ് വയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ബിരിയാണി വയ്ക്കേണ്ടതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മെത്തേഡിലാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ വലിയ സോയാബീൻ ആയിട്ട് മേടിച്ചത്. ഇവിടെ ചെറിയ സോയാബീൻ ആയിരുന്നു മേടിക്കലുണ്ടായിരുന്നു, പക്ഷെ അതിന് അത്ര ടേസ്റ്റ് ഒന്നും പോരാട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഇനി വലുതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഞാൻ ചൂടുവെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ ഊറ്റിക്കഴിഞ്ഞ ശേഷം കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. നുറുക്കിയതിനൊക്കെ ശേഷം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ആദ്യം ഞാൻ കൈ കൊണ്ട് എടുത്തപ്പോൾ എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ട്, അപ്പോൾ ഞാൻ കൈകൊണ്ട് എടുക്കുകയാണ്. എൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ ഞാൻ ബിരിയാണി വയ്ക്കാൻ പഠിച്ചത്. എൻ്റെ അമ്മ നന്നായിട്ട് ബിരിയാണി വയ്ക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മളെ സോയാബീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നുറുക്കണം. പിന്നെ സോയാബീൻ കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് നുറുക്കി വെക്കണം. അങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സബോളയാണെങ്കിലും പച്ചമുളക് അതേപോലെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും കുറേശ്ശെ ഞാൻ നേരാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് പാചകം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എനിക്കറിയില്ല ഇനി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറേശ്ശൊക്കെ അതേപോലെ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ സബോള നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വന്നതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഉണ്ടപ്പനായിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഒരു കവറിൽ കെട്ടിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അതും നല്ല സിമ്പിളാണ്. ഒരു സബോള പോലും നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആവില്ല കേട്ടോ. കാരണം നമ്മൾ പുറത്ത് ഈ തൊലിയോട് കൂടിയിട്ട് പുറത്തൊക്കെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ചീയും അല്ലെങ്കിൽ പുഴുവായിരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ വെക്കുമ്പോൾ സേഫ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സബോള പോലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഞാൻ 1 കിലോനൊക്കെ സബോള മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സബോള ഒരാഴ്ചയ്ക്ക് തന്നെ നിലനിന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ വീണ്ടും സബോള മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതേപോലെ നേരാക്കിയെന്ന് വെച്ചാൽ അരിഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ ആ തൊണ്ട് കളഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു 10-12 എണ്ണം ഉണ്ടായിരിക്കും, അത് ഞാൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ അരിയാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് വയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ അതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പരിപാടികളും ചെയ്യണം. അപ്പോൾ ഞാനിതിൽ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണല്ലോ ഈ ഉള്ളി നമ്മൾ വാട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര എണ്ണയിലും ചൂടിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം നമ്മുടെ ഉള്ളി അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മെല്ലെ ചുരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഇടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ മേടിച്ചില്ല, സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ വിചാരിച്ചു, അതായത് ഇത് ഉണ്ടാക്കണം നല്ല പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. എന്നാലും ഞാനും ബിരിയാണി ഐറ്റംസ് ഒന്ന് മേടിച്ചെന്ന് മാത്രമാണ് കേട്ടോ, സംഭവം അത് മറന്നുപോയി. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായിരിക്കുമല്ലോ, നമ്മുടെ ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സ്മെല്ലല്ല. ആ സ്മെല്ല് എവിടത്തേക്കെങ്കിലും കേൾക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ബിരിയാണി കഴിക്കാൻ കൊതിയാവും, അല്ലെങ്കിൽ അപ്പം തന്നെ ബിരിയാണി കഴിക്കണം, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഞാനിത് എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളമാണല്ലോ ഒഴിച്ചത്, അപ്പോൾ അത് കാരണം കുറച്ച് വേവ് കുറവുണ്ട്, അല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് അങ്ങനെ അളവിളൊന്നില്ല കേട്ടോ. നല്ല നൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വേവണതും എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ കഴിക്കില്ല. അതേപോലെ വലിയ അരി കഴിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ ബിരിയാണി സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി, ഇത് നമുക്ക് അടച്ചു വയ്ക്കണം. പാകത്തിന് ഉപ്പൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഇളക്കിയിട്ടൊക്കെ ഇതേപോലെ അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് കറിയുടെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സോയാബി കറിയാണ് കേട്ടോ. അപ്പോൾ സോയാബി ഞാൻ വെക്കുന്നത് ചിക്കൻ കറി വെക്കുന്ന ടൈപ്പിലാണ്. ചിക്കൻ ഞാൻ വറക്കാറുണ്ട് കേട്ടോ ചിക്കൻ കറി വെക്കുന്ന സമയത്ത്. പക്ഷേ ഇത് സോയാബി ഞാൻ വറക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്തില്ല. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സോയാബി കറി നമ്മുടെ ബിരിയാണിക്ക് മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല, സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സോയാബി ഞാൻ പീസാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഞാനത് സെൻറ്റർ മാത്രം മുറിക്കുന്നുള്ളൂ. ചെറുതാക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് മുറിക്കാം, ഞാൻ സെൻറ്ററിങ് മാത്രം മുറിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ കുറച്ച് ബിരിയാണി വെക്കുന്നുള്ളൂ, അതായത് ഒരു നേരം കഴിക്കാനുള്ളത് ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള സോയാബീൻ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ സബോള ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഇതേപോലെ നന്നായിട്ട് വാങ്ങിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞ് നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കെട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. കുറേ നാളത്തേക്ക് നിലനിൽക്കും, ഒരു കേടോ അല്ലെങ്കിൽ പുഴുവരിക്കോ ഒന്നും വരില്ല. നമ്മൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് പുഴുവൊക്കെ വരില്ല അതിലും. അപ്പോൾ ഈ കൂട്ടത്തോടെ പച്ചക്കറികൾ ഇടുകയാണെങ്കിലും ആ പച്ചക്കറികളും കേടുവരും, എല്ലാം ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സേഫാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജുള്ള ഒക്കെ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് പൈസയും ചെറുതായിട്ടൊക്കെ ലാഭിക്കാം, കാരണം നഷ്ടം വരില്ല അല്ലേ. അപ്പം ഞാനിതേ സംഭവം ഇത് നുറുക്കി കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ ഉള്ളിയും അതായത് മസാലയ്ക്കുള്ള തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വത്തിട്ടും ചേട്ടൻ നമ്മുടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ നമ്മുടെ സോയാബീൻ നുറുക്കിയതിന് ശേഷം ഞാനിതൊന്ന് വാഷ് ചെയ്യാൻ കേട്ടോ. ഞാൻ ആദ്യം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആദ്യം ഞാൻ തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ഇടുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് എടുത്ത് അരിഞ്ഞത് കേട്ടോ. അപ്പം ഞാനിതാ കഴുകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഒന്നും അധികം കറണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതേ കുറച്ച് നേരത്തെ കറണ്ട് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ സ്വത്തുത്തിയാണെങ്കിൽ അടുക്കളോട്ട് വന്നിട്ടും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെയാണല്ലോ, അപ്പോൾ മഴ ഇല്ലാത്തപ്പോഴാണ് ഇവിടെ കറണ്ട് പോകുന്നത്. നല്ല മഴയുള്ളപ്പോൾ കറണ്ട് പോവില്ല, മഴ ഇല്ലാത്തപ്പോൾ കറണ്ടും പോകട്ടോ. ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്വത്തുത്തിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, വീണ്ടും കസാരയൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇപ്പോൾ അത് ശീലമായിട്ടോ. സ്വത്തുത്തി ഭയങ്കര കോൺഫിഡൻറ്റിലാണ് അതിൽ തൂങ്ങുക, അത് കാരണം വലിയ പേടിയൊന്നുമില്ല. എന്നാലും ചെറിയ പേടിയുണ്ട് കേട്ടോ, തലടിച്ച് വീണ് കഴിഞ്ഞാലും പ്രശ്നമല്ലേ, ചീത്ത പറയും കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കയ്യോടെ കഴുകി വെക്കുകയാണ്. ഇനി ഈ ഒരു പണി കൂടി ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അടുക്കളോട്ട് വരുമ്പോൾ നമുക്ക് പ്രാന്ത് എടുക്കുള്ളൂ. അപ്പോൾ കയ്യോടെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. സാഹസികം, സ്വത്തടിയുടെ സാഹസികമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വത്ത് വീഴും.
ഒത്ത് വീഴും. നേരത്താക്കിയ വീഴൂട്ടാ. കേട്ടാ വീഴും. വീഴണ്ട കേട്ടാ. അംഗൻവാടി കൊണ്ടതാ. അംഗൻവാടി കൊണ്ടേ. അംഗൻവാടി കൊണ്ടേ. പൈസ ഉണ്ടാക്കണ്ട. പൈസ ഉണ്ടാക്കണ്ട തൊട്ടിക്ക്. പൈസ ഉണ്ടാക്കണ്ട തൊട്ടിക്ക്. അങ്ങനെ നമ്മുടെ സ്വത്തുട്ടി കസേരയിലുള്ള സാഹസ്യവും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇൻഡക്ഷനിൽ കളിക്കാനാണ് പോയത് കേട്ടോ. ഇൻഡക്ഷനിൽ ഓണാക്കാനും ഓഫാക്കാനൊക്കെ അറിയാം സ്വത്തുട്ടിക്ക്. അപ്പോൾ അത് ഓണാക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പം ഞാൻ ചീത്ത പറയുകയാണ്. അപ്പോൾ സ്വത്തുട്ടി പറഞ്ഞു അമ്മയെല്ലാം ആക്കിയത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലെ കുറ്റം ചാരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കറിക്കുള്ള മസാലകളൊക്കെ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പ്രത്യേകിച്ച് വല്ലതൊന്നും ചെയ്യാറൊന്നുമില്ല. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പാകത്തിന് ഞാൻ കുറച്ച് കറി വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കും. അതിന് ശേഷമാണ് ഞാൻ അടുത്ത പൊടിയായിട്ടുള്ള നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലേനെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയും ഇവിടെ ഇല്ല കേട്ടോ. സാമ്പാറിൽ മാത്രം ഗരം മസാല ഇടില്ല, ബാക്കി എല്ലാത്തിലും ഗരം മസാല ഇടും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മുളക് പൊടി നന്നായിട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുഞ്ഞ പാക്കറ്റ് ഗരം മസാല ഉണ്ടല്ലോ ഇച്ചിയുടെ, അതാണ് മേടിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അതിൻ്റെ ആ കമ്പനിയുടെ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു കമ്പനിയിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും അതേപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറികൾക്കൊക്കെ അത് ഇടുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. പാക്കറ്റ് വഴിയെ ഞാൻ ഇടുന്നുണ്ട്. വേറെ കുപ്പിയിലൊന്നും ഞാൻ ആക്കി വെച്ചിട്ടില്ല. ആകെ കുറച്ച് പൊടിയല്ലേ ഉണ്ടാവുള്ളൂ. അത് കുപ്പിയിലാക്കി വെക്കേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി വെക്കില്ല. പിന്നെ കുറച്ച് ഇത്തിരി കൂടെ ഒന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെണ്ടൊന്ന് ചമ്മന്തി രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. പച്ചവെള്ളത്തിനേക്കാൾ നല്ലത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ആയിട്ട് വേണം ചേട്ടന് ബിരിയാണി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പച്ചരി ബിരിയാണിയുടെ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ പൊടികളൊക്കെ അതേ താഴത്തെ ഷെൽഫിലാണ് വെക്കാറ്. അപ്പോൾ അതൊക്കെ താഴത്തേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് കറി വെക്കുന്നുണ്ട്. അതിന് ഇടയിൽ കൂടെ ചെറിയ ചെറിയ പണികളും നടക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഡേ നമ്മൾ കിച്ചണിൽ നിന്നാലും നമുക്ക് പണികൾ തീരില്ല കേട്ടോ. നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്സാര പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് പണികൾ എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതാ കറി നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോയാബീൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ സ്വത്തൊട്ടിക്ക് ഇതാ ഇത്തിരി പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പാലിൻ്റെ കൂടെ ഞാൻ ഇത്തിരി ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ. എന്നറിയില്ല, ഒരു മനസ്സിനൊരു ഉറപ്പില്ലാത്തൊരു ഇതാണ് കേട്ടോ. അപ്പോൾ പാല് ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. ചേട്ടനാണെങ്കിൽ ഇന്ന് പണിയില്ലല്ലോ, വീട്ടിലുണ്ട്. അപ്പോൾ രണ്ടുപേർ ഇരുന്നിട്ട് TV കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുടിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സോയാബീൻ ഞാനതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വറുത്തിട്ട് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ടൈമിൻ്റെ ഒരു ലിമിറ്റ് കാരണം ഞാനും വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ എനിക്ക് വറുത്തിട്ട് ഇടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. സോയാബീൻ വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സ്വത്തുട്ടിക്കാണെങ്കിലും സോയാബീൻ വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും ഈ സോയാബീൻ കൊടുക്കുന്നത് നല്ല ബെസ്റ്റാണ് കേട്ടോ. എന്താ രക്തം ഉണ്ടാകാനും അതിന് കുറച്ച് വിറ്റാമിൻസ് ഒക്കെ ഉള്ളൊരു ഇതാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, ആദ്യം ഞാൻ വിചാരിച്ചത് ബിരിയാണി സെപ്പറേറ്റ് കറിയും സെപ്പറേറ്റ് എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഇതേപോലെ കുറച്ച് ബിരിയാണി പാത്രത്തിൻ്റെ അടിയിൽ പിന്നെ കറി വെച്ച് അങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ എന്താ എന്നറിയില്ല, എത്രമാത്രം വിജയകരമാകുമോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കറിയിൽ പാകത്തിന് ഉപ്പൊക്കെ തന്നെയാണ്, ചോറിലും പാകത്തിന് ഉപ്പൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റത്തെ ലെയറിൽ ഞാൻ കുറച്ച് ബിരിയാണി ഇട്ടു, എന്നിട്ട് പിന്നെ ഞാനിത് കറി വയ്ക്കുകയാണ് കേട്ടോ. ദൈവമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണേ എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റായി പോവില്ലേ, അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ലെയറും കൂടി ഇടുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പാത്രം ഞാൻ മുഴുവനായിട്ടും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കുള്ള ബിരിയാണി നമ്മൾ മേടിക്കുമല്ലോ, അതൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ യൂട്യൂബേഴ്സ് ആയാലും കുറേ കുക്കിംഗ് വീഡിയോയിലായാലും കണ്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ദമ്മ ബിരിയാണി ആണോ അല്ല അത് ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ, മിക്സഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതിരിക്കുന്നത് കേട്ടോ. അതായത് എല്ലാവർക്കും ചിലപ്പോൾ മിക്സഡ് ഇഷ്ടമായെന്ന് വരില്ല, ചിലർക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണം എന്നായിരിക്കും, ചിലർക്ക് മിക്സഡ് ഇഷ്ടമായിരിക്കും, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ സോയാബീൻ ഇപ്പോൾ വേറെ ചിക്കനും ഇതൊന്നും ഇല്ലല്ലോ ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കുക. അപ്പോൾ ഞാൻ സോയാബീൻ മിക്സഡ് ആയിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതേ നമ്മളിത് കുറച്ച് നേരത്തേക്ക് നമ്മളിതിങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലായാലും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയാലും ഈ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ എന്താ പറയുക പിടിച്ച് വെക്കണ്ടേ. അപ്പോൾ അതിനൊരു ടൈം നമ്മൾ കൊടുക്കണം. പിന്നെ കുറച്ച് ബിരിയാണി മാറ്റി വെച്ചിട്ടുണ്ട് സ്വത്തുട്ടിക്ക് കഴിക്കാൻ. സ്വത്തുട്ടി ചിലപ്പോൾ ഈ മിക്സ് കഴിക്കില്ല, എരിവൊന്നും അവൻ കഴിക്കാറായിട്ടില്ല. പിന്നെ കുറച്ച് സോയാബീൻ കറി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ദേ ഇവിടെ പാത്രങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അടച്ച് വയ്ക്കാനുള്ളതൊക്കെ ഈ പ്ലേറ്റ് കൊണ്ടൊക്കെയാണ് നമ്മൾ അടച്ച് വെപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ തുണികൾ തോരയിടാണ് കേട്ടോ. കുളിക്കുമ്പോൾ തന്നെ ഞാൻ തിരുമ്പലാണ് പതിവ്, അല്ലെങ്കിൽ ഇതേപോലെ സമയം കിട്ടുന്ന പോലെ ഞാൻ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അതേ വെയിലാണെങ്കിൽ വരുന്നുണ്ട്, മഴക്കാറും വരുന്നുണ്ട്, ആകെ കൺഫ്യൂഷനിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഫാനിൻ്റെ ചോറിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം കറണ്ട് ബില്ല് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടി 3000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫാൻ ഇടുകയല്ലേ, രാവും പകലും ഇങ്ങനെ ഫാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവില്ല, കറണ്ട് ബില്ല് കൂടുള്ളൂ. അപ്പോൾ നമ്മളിതേപോലെ വെയിൽ കാണുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. എനിക്കിത് ഇരട്ടി പണിയാണ് കേട്ടോ. കാരണം നമ്മളൊരു വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തുണികൾ വന്നെടുക്കലും ഇടലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ കേട്ടോ. അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ തുണികളൊക്കെ തോരയിട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇത് ചേട്ടന് സെർവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇതൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ദൈവമേ ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കണേ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മിക്സ്ഡ് സംഭവം ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വെക്കില്ല. ഈ ഒരു റൈസ് വെച്ചിട്ട് ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ടില്ല, ശരിക്കും ബിരിയാണി പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോഴൊക്കെ ഇതേപോലെ ബിരിയാണി ടൈപ്പൊക്കെ ഉണ്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചരി കൊണ്ടുള്ള റൈസ് കേട്ടോ. അപ്പോൾ അത് ആ ചേട്ടന് വിളമ്പുകയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ റിവ്യൂ നമുക്ക് കേൾക്കാം കേട്ടോ. കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ TV വെച്ചിട്ടുള്ള കാരണം അത് ചേട്ടൻ ശരിക്കും പറയണത് കേൾക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ആക്ഷൻ നമുക്ക് കാണാം. അതിൻ്റെ ഇടയിൽ എനിക്കും കുറച്ച് ബിരിയാണി എടുത്തുവിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ കൊള്ളാം, സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വത്തുറ്റാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ചിരി വന്നു. പിന്നെ അവിടെ റിമോട്ടിനുള്ള തല്ലുകൂടിച്ചാണ് കേട്ടോ. ഇവർ 2 പേരും തല്ലുകൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റാണ്. 2 പേരും വലുതാവുമ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.